ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം പലർക്കും ദഹിക്കില്ല, എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഒരു കലാകാരന്റെ സംഗീതം ലോകം മുഴുവൻ കീഴടക്കുമ്പോഴും അയാൾ സ്വന്തം രാജ്യത്തെയും തന്നെ വളർത്തിയ ആരാധകരെയും തെറ്റായ കണ്ണിലൂടെ കാണാൻ തുടങ്ങിയ എന്താ സംഭവിക്കുക? നമസ്കാരം. ഭാരതം അഭിമാനത്തോടെ നെഞ്ചിലേറ്റിയ പേരാണ് AR റഹ്മാൻ. റോജയിലെ പുതുവെള്ളൈ മഴ മുതൽ സ്ലംഡോഗ് മില്യണറിലെ ജയ്ഹോ വരെ റഹ്മാന്റെ സംഗീതം കേൾക്കാത്ത ഒരു ഇന്ത്യക്കാരൻ പോലും കാണില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി റഹ്മാൻ എന്ന സംഗീത മാന്ത്രികന്റെ കരിയറിനെ സംബന്ധിച്ചും അദ്ദേഹം നടത്തിയ ചില രാഷ്ട്രീയ പ്രസ്താവനകളെ സംബന്ധിച്ചും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. 2014 ശേഷം തനിക്ക് ഹിന്ദി സിനിമകൾ കുറഞ്ഞുവെന്നും അതിനു പിന്നിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടെന്നുമാണ് റഹ്മാൻ ഒടുവിൽ നടന്നൊരു അഭിമുഖത്തിൽ ആരോപിച്ചത്. ലോകം ആദരിക്കുന്ന ഒരു മഹാപ്രതിഭയിൽ നിന്നും ഇത്തരമൊരു വിക്ടിംഗ് കാർഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. തമിഴകം അദ്ദേഹത്തെ മാറ്റിവെച്ചപ്പോ ഹിന്ദി ഹൃദയഭൂമി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച ചരിത്രം റഹ്മാൻ മറന്നുപോയി. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് റഹ്മാൻ എന്ന ബ്രാൻഡിന്റെ ഉയർച്ചയും താഴ്ചയും, അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനകളുടെ സത്യാവസ്ഥയും, ഇന്ത്യൻ സിനിമയിലെ മാറുന്ന അധികാര സമവാക്യങ്ങളുമാണ്. ഇത് വെറും ഒരു ആരോപണമല്ല, കൃത്യമായ കണക്കുകൾ നിരത്തിയുള്ള ഒരു വസ്തുതാ അന്വേഷണമാണ്. വീഡിയോ അവസാനം വരെ കാണുക. AR റഹ്മാൻ എന്ന സംഗീതജ്ഞനെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്ലോബൽ ഐക്കണാക്കി മാറ്റിയത് തമിഴ് സിനിമകളാണോ അതോ ബോളിവുഡ് നൽകിയ സ്വീകാര്യതയാണോ? റോജയിലൂടെ കടന്നു വന്ന റഹ്മാന് തമിഴിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്നത് സത്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സംഗീതത്തെ ഒരു ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിയത് ബോളിവുഡിലെ വമ്പൻ പ്രൊജക്ടുകളാണ്. രംഗീല, ദിൽസെ, ഥാൽ, ലഗാൻ, രംഗദേ ബസന്തി, ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ റഹ്മാന്റെ സംഗീതം അലയടിക്കും. തമിഴ് സിനിമയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് റഹ്മാനെ ഒരു ഇന്ത്യൻ കമ്പോസറാക്കി മാറ്റിയത് ഈ ചിത്രങ്ങളാണ്. രസകരമായ വസ്തുത എന്തെന്നാൽ തമിഴ് സിനിമയിലെ പുതിയ തലമുറ സംവിധായകർ റഹ്മാനെ മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോൾ പോലും ബോളിവുഡ് അദ്ദേഹത്തെ ബഹുമാനത്തോടെയാണ് സമീപിച്ചത്. 2014 ശേഷം റഹ്മാന് ഹിന്ദിയിൽ അവസരങ്ങൾ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തന്നെ സംഗീതം നൽകിയ ഹൈവേ, തമാശ, മോഹൻജദാരോ, മാം, മിലി തുടങ്ങിയ സിനിമകൾ നമ്മൾ എങ്ങനെ കാണണം? തെന്നിന്ത്യൻ സിനിമയിൽ അനിരുദ്ധും സന്തോഷ് നാരായണനും ഒക്കെ തരംഗമാകുമ്പോൾ റഹ്മാനെ പലരും ഒഴിവാക്കി തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഹിന്ദിയിലെ വലിയ പ്രൊജക്ടുകൾ അദ്ദേഹം തേടി വരുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് മതം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന കാരണത്തിലേക്ക് തന്റെ കരിയറിലെ മാറ്റങ്ങളെ വലിച്ചിഴക്കുന്നത്? നമുക്ക് ചില കണക്കുകൾ പരിശോധിക്കാം. ഒരു കലാകാരന്റെ പരാജയമോ വിജയമോ തീരുമാനിക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വർക്ക് ഗ്രാഫാണ്. റഹ്മാന്റെ സിനിമകളുടെ കണക്ക് നോക്കിയാൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ കാണാം. 1990, 2000 മുതലുള്ള കാലഘട്ടത്തിൽ 24 സിനിമകളാണ്. 2000 മുതൽ 2010 വരെ 24, 2010 തൊട്ട് 20 വരെ 17, 20 തൊട്ട് 26 വരെ 8, ഇതിനകം പൂർത്തിയാവുന്നതും വരാനിരിക്കുന്നതും ഉൾപ്പെടെ 14 തൊട്ട് 26 വരെ 19. ഈ കണക്ക് നോക്കൂ. 2014 ശേഷം, അതായത് റഹ്മാൻ ആരോപിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ മാത്രം അദ്ദേഹം 19 വലിയ സിനിമകൾക്ക് സംഗീതം നൽകി. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ശരാശരി 1.5 സിനിമകൾ പ്രതിവർഷം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ പീക്ക് സമയമായ 90കളുടെ കണക്കിന് ഏകദേശം തുല്യമാണ്. അദ്ദേഹം വലിയ ബജറ്റ് സിനിമകളായ പൊന്നിയിൻ സെൽവൻ, 2.0, മൈതാൻ തുടങ്ങിയവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ചെറിയ സിനിമകൾ അദ്ദേഹം ഒഴിവാക്കി എന്നതാണ് സത്യം. സിനിമകൾ കുറഞ്ഞതല്ല, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ സ്വഭാവം മാറിയതാണ്. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് തനിക്ക് അവസരം കുറഞ്ഞു എന്ന് പരിതപിക്കുന്നത്? റഹ്മാൻ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ നയങ്ങൾ കാരണം അദ്ദേഹത്തിന് സിനിമകൾ ലഭിക്കുന്നില്ല എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണ്. ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് പ്രൊജക്ടുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ചാവ, മറാത്ത സാമ്രാജ്യത്തിന്റെ ധീരനായ പോരാളി സംഭാജി മഹാരാജിന്റെ കഥ പറയുന്ന ഈ ചിത്രം കോർ നാഷണലിസം പറയുന്ന സിനിമയാണ്. ഇതിന് സംഗീതം നൽകാൻ വിളിച്ചത് ആരെയാണ്? ഇതേ റഹ്മാനെയാണ്. അടുത്തത് രാമായണം, നിതേഷ് തിവാരി ഒരുക്കുന്ന ഇതിഹാസ കാവ്യം. ഭഗവാൻ ശ്രീരാമന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ സംഗീത ചുമതലയും റഹ്മാനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ദുരന്തർ, മറ്റൊരു വമ്പൻ ഹിറ്റ്. ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. രാഷ്ട്രീയമായ വിവേചനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം ഹൈന്ദവ പുരാണങ്ങളും ദേശീയതയും ചർച്ച ചെയ്യുന്ന സിനിമകളിലേക്ക് റഹ്മാനെ വിളിക്കുമായിരുന്നു. ഭാരതീയ സംസ്കാരത്തെയും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രൊജക്ടുകളുടെ നിർമ്മാതാക്കൾ റഹ്മാനെ തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പ്രതിഭയെ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്പം ചിന്തിക്കണ്ടേ? ആ വിശ്വാസത്തെയാണ് അദ്ദേഹം രാഷ്ട്രീയ ചായം പൂച്ചി തള്ളി പറയുന്നത്. സിനിമയിൽ ആരും ശാശ്വതമല്ല. ഒരിക്കൽ MS വിശ്വനാഥനെ മാറ്റിക്കൊണ്ട് ഇളയരാജ വന്നു. ഇളയരാജയെ മാറ്റിക്കൊണ്ടാണ് റഹ്മാൻ വന്നത്. ഇപ്പോൾ റഹ്മാനെ മാറ്റിക്കൊണ്ട് അനിരുദ്ധും ഹാരിസ് ജയരാജും അഭ്യങ്കറും സന്തോഷ് നാരായണനും ഒക്കെ വരുന്നു. ഇതിനെ ജനറേഷൻ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നു. അതിനെ അതുപോലെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണം. ഇന്നത്തെ സിനിമകളുടെ വേഗത മാറി. BGMന് പ്രാധാന്യമുള്ള ഫാസ്റ്റ് നമ്പറുകൾ ആവശ്യമുള്ള സിനിമകളാണ് യുവതലമുറ സംവിധായകർ നിർമ്മിക്കുന്നത്. ലോകേഷ് കനകരാജോ ആറ്റ്ലിയോ ശങ്കറോ തങ്ങളുടെ പുതിയ സിനിമകളിൽ അനിരുദ്ധിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായ തീരുമാനമല്ല, മറിച്ച് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. റഹ്മാൻ ഇപ്പോഴും മെലഡികളിലും ആഴമുള്ള സംഗീതത്തിലും വിശ്വസിക്കുന്നു. എന്നാൽ ഇന്നത്തെ ജനറേഷൻ ആവശ്യപ്പെടുന്നത് ഇൻസ്റ്റന്റ് ഹിറ്റുകളാണ്. ശങ്കർ എന്ന സംവിധായകൻ തന്റെ കരിയറിലെ ഭൂരിഭാഗം ഹിറ്റുകളും റഹ്മാനോടൊപ്പം ചെയ്തയാളാണ്.
അദ്ദേഹം പോലും ഒടുവിൽ അനിരുദ്ധിനെ തേടി പോയി എങ്കിൽ അതിൽ എന്ത് വർഗീയതയാണ് റഹ്മാൻ കാണുന്നത്? 2009 2 ഓസ്കാർ പുരസ്കാരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ച റഹ്മാൻ ഒരു ഗ്ലോബൽ ഐക്കണായി മാറിയിട്ടുണ്ട്. അതോടെ അദ്ദേഹത്തിന്റെ പ്രതിഫലവും വർദ്ധിച്ചു. സാധാരണ നിർമ്മാതാക്കൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നത്. റഹ്മാൻ ഒരു ഇന്ത്യൻ സംഗീതജ്ഞനിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ സംഗീതജ്ഞനായി ഉയർന്നു. അദ്ദേഹം ലണ്ടനിലും അമേരിക്കയിലും കൺസേർട്ടുകൾ നടത്തുന്നതിനും അന്താരാഷ്ട്ര ആൽബങ്ങൾ ചെയ്യുന്നതിനും സമയം കണ്ടെത്തി. സ്വാഭാവികമായും ഇന്ത്യൻ സിനിമകൾക്ക് നൽകുന്ന സമയം കുറയുകയും ചെയ്തു. പഴയതുപോലെ വർഷത്തിൽ 5ഉം 10ഉം സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യവും ഇല്ലായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ഫിൽറ്ററിംഗ് പ്രക്രിയയാണത്. ഇതിനെ അവസരങ്ങൾ കുറയുന്നതായി വ്യാഖ്യാനിക്കുന്നത് സ്വയം പരിഹാസ്യനാകുന്നതിന് തുല്യമാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുകയാണല്ലേ ആളുകൾ. റഹ്മാന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകൾ സംഭവിച്ചിട്ടുള്ളത് മണിരത്നം, ശങ്കർ തുടങ്ങിയ സംവിധായകരിലൂടെയാണ്. 2014 ശേഷം മണിരത്നം വെറും 3 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശങ്കർ 2 സിനിമകളും. ഇവരെല്ലാം തങ്ങളുടെ സിനിമകളിൽ റഹ്മാനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സംവിധായകർ തന്നെ സിനിമകൾ ചെയ്യുന്നത് കുറയ്ക്കുമ്പോൾ അവരെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന സംഗീത സംവിധായകന്റെ സിനിമകളും സ്വാഭാവികമായിട്ടും കുറയും. ഇതൊരു ലളിതമായ കണക്കല്ലേ? പുതിയ കാലത്തെ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ റഹ്മാൻ തയ്യാറാകാതിരിക്കുകയോ അവർക്ക് റഹ്മാന്റെ ശൈലി ചേരാതിരിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ഗൂഢാലോചന എന്നൊക്കെ ആരോപിക്കുന്നത് എത്രത്തോളം ശരിയാണ്? AR റഹ്മാൻ ഇപ്പോഴും ഇന്ത്യയുടെ അഭിമാനമാണ്. നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന എവർഗ്രീൻ ഹിറ്റുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഗീതത്തെ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല ഭാരതം സ്നേഹിച്ചത്. ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിയ റഹ്മാൻ ഈ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനമാണ്. എന്നാൽ തന്റെ കരിയറിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആ വ്യക്തിത്വത്തിന് ചേർന്നതായിട്ട് തോന്നുന്നില്ല. ഭാരതം എന്നും പ്രതിഭകളെ ആദരിച്ചിട്ടുള്ള മണ്ണാണ്. ഇവിടെ കലയ്ക്ക് ജാതിയോ മതമോ ഇല്ല. റഹ്മാൻ ഇത് മനസ്സിലാക്കണം. അദ്ദേഹത്തെ ആരാധിക്കുന്ന ഭൂരിഭാഗം പേരും അദ്ദേഹത്തിന്റെ വിശ്വാസം നോക്കിയല്ല, മറിച്ച് ആ വിരലുകളിൽ വിരിയുന്ന സംഗീതം നോക്കിയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. നന്ദികേട് എന്നത് ഒരു കലാകാരന് ചേർന്ന വാക്കല്ല. റഹ്മാന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. കാലം മാറുന്നു, അഭിരുചികൾ മാറുന്നു. അതിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്തത് ആരുടെ കുറ്റമാണ്? റഹ്മാന്റെ സംഗീതം ഇനിയും നമുക്ക് വേണം. രാമായണത്തിലൂടെയും ഛാവയിലൂടെയും അദ്ദേഹം വീണ്ടും വിസ്മയങ്ങൾ തീർക്കട്ടെ. എന്നാൽ ഇത്തരം തെറ്റായ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഇമേജിന് മങ്ങലേൽപ്പിക്കും. അത് അദ്ദേഹം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എന്നാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റഹ്മാൻ പറഞ്ഞത് വസ്തുതയാണോ അതോ ഇതൊരു വിക്ടിം കാർഡ് കളി മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.